മോഷണം പോയ ഇരുചക്ര വാഹനത്തിന്റെ പിഴയടയ്ക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ അഷ്റഫ്. എന്താ അവസ്ഥയല്ലേ? ബൈക്ക് മോഷ്ടിച്ച പ്രതികളെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയെങ്കിലും വാഹനം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇതാണ് കല്ലറ സ്വദേശി അഷ്റഫിന്റെ വാഹനം. പക്ഷെ ഓടിക്കുന്നത് അഷ്റഫല്ല, മോഷ്ടാക്കളാണ്. ഫെബ്രുവരി 24 രാത്രിയാണ് വീടിന് മുന്നിൽ നിന്ന് ബൈക്ക് മോഷണം പോയത്. തുടർന്ന് പാങ്ങോട് പോലീസിൽ പരാതി നൽകി. മാസങ്ങൾ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി. എന്നാൽ ബൈക്ക് കിട്ടിയില്ല. ഒരു വിവരവും കിട്ടുന്നില്ല. 6 മാസത്തോളമായി ഒരു വിവരവും ഇല്ല. ഞങ്ങൾ അതിൻ്റെ പിറകെ നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പോലും അവരൊന്നും പറഞ്ഞ് കിട്ടുന്നില്ല, നോക്കുന്നുണ്ടെന്നും പോലീസ് പറയണല്ലാതെ ഒരു വിവരവും ഇതുവരെയ്ക്കും എനിക്ക് കിട്ടിയിട്ടില്ല. പോലീസിന് ബൈക്ക് കണ്ടെത്താനായില്ലെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ പതിയുന്നുണ്ട് നിയമലംഘനം. 3 തവണ ഹെൽമറ്റ് വയ്ക്കാത്തതിന് പെറ്റുവന്നു. നെടുമങ്ങാട്, വർക്കല, കല്ലമ്പലം എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് പിഴ. വിവരം പോലീസിൽ നൽകിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. പ്രതികളെ ചോദ്യം ചെയ്തിട്ടും ബൈക്കിന്റെ വിവരങ്ങൾ കിട്ടിയില്ലെന്നാണ് പോലീസിന്റെ മറുപടി. ഇതോടെ അന്വേഷണം ഏതാണ്ട് വഴിയടഞ്ഞ അവസ്ഥയിലാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. AK സ്റ്റെഫിനാണ് നമ്മുടെ കൂടെ. സ്റ്റെഫിൻ, ഇത് എന്ത് തരം അവസ്ഥയാണ്? ഇതിപ്പോൾ പോലീസ് ബൈക്ക് കണ്ടെത്തിയിട്ടുമില്ല, എന്നാൽ പോലീസിന്റെയൊക്കെ ക്യാമറയിൽ പതിയുന്നുമുണ്ട്. ഓരോ സമയത്തും ഗതാഗത ലംഘനത്തിന് നോട്ടീസ് വരികയും ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തോട് ചെയ്യുന്നൊരു ദ്രോഹം കൂടിയല്ലേ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടപടിയൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ ആ ബൈക്ക് കണ്ടെത്തി കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ടീസെങ്കിലും വരാത്ത രീതിയിലെങ്കിലും എടുക്കുക. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അഷ്റഫ് ഉള്ളത്. കാരണം ഏറെ നാൾ അദ്ദേഹം വിദേശത്തായിരുന്നു. അതിനുശേഷമാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നാട്ടിൽ ചുറ്റുപാടുമൊക്കെ പോകുന്നതിന് വേണ്ടിയും എല്ലാം എടുത്തൊരു വാഹനമാണ്. ആ വാഹനമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. 6 മാസം കഴിഞ്ഞിട്ടും അത് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയായി കാണിക്കേണ്ടത്. ഈ സംഭവം നടക്കുന്ന ഫെബ്രുവരിയിൽ ഈ പള്ളിക്കൽ നിന്ന് മോഷ്ടിച്ച വാഹനവുമായിട്ടാണ് ഈ പ്രതികൾ അഷ്റഫിന്റെ വീടിന്റെ പരിസരത്തേക്ക് വരുന്നത്. അവിടെ വെച്ച് ആ വാഹനത്തിന്റെ പെട്രോൾ തീർന്നു. അവിടെ വെച്ച് തന്നെ ആ വാഹനത്തിന് തീയിട്ട ശേഷം അഷ്റഫിന്റെ വാഹനം എടുത്ത് ഈ പ്രതികൾ കടന്നു കളയുകയായിരുന്നു. അന്ന് തന്നെ പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഒരുപക്ഷെ അന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം ഒരു അന്വേഷണം നല്ല രീതിയിൽ നടത്തിയിരുന്നുവെങ്കിൽ ആ ബൈക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അതുമാത്രമല്ല, 3 തവണയാണ് പെറ്റി വന്നത്. പല സ്ഥലത്തു നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ, നെടുമങ്ങാട്, അതോടൊപ്പം തന്നെ വർക്കല പ്രദേശത്തു നിന്നെല്ലാം തന്നെ ഈ പെറ്റി വന്നു. ആ വർക്കല ഭാഗത്താണ് ഇപ്പോൾ ഈ വാഹനമുള്ളത്, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യം ഉൾപ്പെടെ കിട്ടിയിട്ടും ഈ പ്രതികളെ CCTV ദൃശ്യങ്ങളിലൊക്കെ പതിയുന്നുണ്ട്. ആ ബൈക്കോട്ട് കണ്ടെത്തി കൊടുത്തിട്ടുമില്ല. ആ കുടുംബത്തിന്, ആ ഉടമസ്ഥനാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് വരികയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മര്യാദയ്ക്ക് ഒരു നടപടി എടുത്ത് ആ കുടുംബത്തിനെ ഈ പ്രശ്നത്തിൽ നിന്നോ ഒഴിവാക്കി കൊടുക്കുകയെങ്കിലും ചെയ്യണം ഇനിയെങ്കിലും. ശരി സ്റ്റെഫൻ.